വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. +1 ക്ലാസ്സിലുള്ള അക്കൗണ്ടൻസിയാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം കുറച്ചുകൂടെ വൈഡായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അക്കൗണ്ടൻസിയിൽ നമ്മൾ +1 +2 ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചതിന് ശേഷം അതിനുശേഷം നമുക്ക് BCom ലെവലിലുള്ള പുസ്തകങ്ങളെല്ലാം നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്നോട് ഒരുപാട് പേര് കമൻറ്റിൽ പറയുന്നുണ്ട് എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഇടണമെന്ന്. അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഇടാൻ എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഇടാൻ വേണ്ടി പറ്റാത്തത്. എന്നാലും ഞാൻ മാക്സിമം നോക്കാം, എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഇടാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളെല്ലാം കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് എഴുതി വെക്കുക. ഇനി അങ്ങോട്ടും നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അക്കൗണ്ടൻസിയിൽ പഠിച്ചെടുക്കാം. അക്കൗണ്ടൻസി ആദ്യമായിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അക്കൗണ്ടൻസി പഠിച്ചിട്ടും അതിനെക്കുറിച്ചുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാത്തവരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും കൂടി സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ എല്ലാവരെയും കൂടി ഉദ്ദേശിച്ചു കൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ തന്നെയാണ് നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയിൽ നല്ലൊരു ബേസ് തന്നെ കിട്ടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോസ് എല്ലാം കാണുക. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിംഗ് സിസ്റ്റമാണ്. അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത് രണ്ട് തരത്തിലാണ് വരുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം ആൻഡ് സിംഗിൾ എൻട്രി സിസ്റ്റം. രണ്ട് വിധത്തിലാണ് ഡബിൾ എൻട്രി സിസ്റ്റം ആൻഡ് സിംഗിൾ എൻട്രി സിസ്റ്റം. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം രണ്ടാണ് അല്ലേ, ഡ്യുവൽ ആസ്പെക്റ്റ് ആണ്. which states that for every transaction there are two aspects. ഏതൊരു ട്രാൻസാക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്തും അവിടെ രണ്ട് ആസ്പെക്റ്റ് ആണ് ഉള്ളത്. വൺ ഈസ് റിസീവിങ് ആസ്പെക്റ്റ് ആൻഡ് ദ അതർ ഈസ് ഗിവിങ് ആസ്പെക്റ്റ്. അതിൽ ഫസ്റ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് റിസീവിങ് ആസ്പെക്റ്റ് ആണ് ആൻഡ് അതർ ആസ്പെക്റ്റ് ഈസ് ഗിവിങ് ആസ്പെക്റ്റ്. അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ പറയുകയാണ് സാലറി പെയ്ഡ് ടു അനീഷ്. നമ്മൾ സാലറി അനീഷിന് പേ ചെയ്തു. If we are paying salary to Anish, the salary is received by Anish. അപ്പോൾ ഇവിടെ റിസീവിങ് കോൺസെപ്റ്റ് ഉണ്ട്. റിസീവ് ചെയ്യുന്നത് അനീഷാണ്. വി ആർ ഗിവിങ് ദ സാലറി. അപ്പോൾ നമ്മൾ സാലറി കൊടുക്കുമ്പോൾ ഇവിടെ ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ട്. അനീഷ് അത് റിസീവ് ചെയ്യുന്ന സമയത്ത് അവിടെ റിസീവിങ് ആസ്പെക്റ്റ് ഉണ്ട്. സോ there are two aspects in accounting, that is giving aspect and receiving aspect. അപ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റിനുമാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളും അവിടെ എൻട്രി ചെയ്യുന്നു. സാലറി പെയ്ഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ജേണൽ എൻട്രി വരുന്നത് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ നമ്മൾ സാലറി ക്യാഷ് ആയിട്ട് കൊടുത്തു, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ ഇവിടെ രണ്ട് ആസ്പെക്റ്റും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. റിസീവിങ് ആസ്പെക്റ്റും ഉണ്ട്, ഗിവിങ് ആസ്പെക്റ്റും ഉണ്ട്. അങ്ങനെയുള്ള രീതിയിലുള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് ബിക്കോസ് ഫോർ എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ദർ ആർ ടു കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. അതായത് ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണെങ്കിലും അവിടെ രണ്ട് പാർട്ടീസ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു സാധനം സെയിൽ ചെയ്യുകയാണെങ്കിൽ വി ആർ സെല്ലിങ് ഗുഡ്സ് ടു സർട്ടൻ പാർട്ടി അല്ലേ. നമ്മളൊരു സാധനം സെയിൽ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വ്യക്തിക്കാണ് ആ സാധനം സെയിൽ ചെയ്യുന്നത്. അപ്പോൾ സാധനം സെയിൽ ചെയ്യുന്ന നമ്മൾ അവിടെ ഒരു പാർട്ടി ആയിട്ടുണ്ട്. അത് സാധനം റിസീവ് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയും അവിടെ പാർട്ടി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് പാർട്ടീസാണുള്ളത്. ദർ ആർ ടു കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. അപ്പോൾ ഗിവിങ് ആസ്പെക്റ്റ് ആൻഡ് റിസീവിങ് ആസ്പെക്റ്റ് ആണ് ഈ ഒരു ട്രാൻസാക്ഷനിൽ വരുന്നത്.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഒരു റിസീവിങ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഗിവിങ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് നമുക്ക് നോക്കാം. ഈ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ ദർ ആർ 2 ആസ്പെക്ട് ടു എവരി ട്രാൻസാക്ഷൻ, ഡെബിറ്റ് ആസ്പെക്റ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ്. ഇവിടെ ട്രാൻസാക്ഷന് 2 ആസ്പെക്റ്റാണുള്ളത്. ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. Both the aspects should be recorded in a systematic way in books of account. അപ്പോൾ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ മെയിൻ എക്സാം ആകുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് ബോർഡിലെല്ലാം ചെയ്തിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഒബ്ജക്റ്റീവ് എക്സാം ആണ്. നിങ്ങളൊരു കാര്യം മാത്രം മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു ഡെബിറ്റ് സൈഡും ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടായിരിക്കും. ജേണൽ എൻട്രി നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചാണ് നമ്മൾ ഡാറ്റാസ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗിവിങ് ആസ്പെക്റ്റും അതുപോലെ തന്നെ റിസീവിങ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും. ഒരു ഡെബിറ്റ് സൈഡും ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടായിരിക്കും. ഫോർ എവരി ഡെബിറ്റ് ദർ മസ്റ്റ് ബി എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ആൻഡ് വൈസ് വേഴ്സ. അതായത് ഓരോ ഡെബിറ്റ് ട്രാൻസാക്ഷനും ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു സാലറി പെയ്ഡ് എന്ന് പറയുമ്പോൾ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ സാലറി എന്ന് പറയുന്നത് ഒരു ആസ്പെക്റ്റ് ആണ്, ക്യാഷ് എന്ന് പറയുന്നത് ഒരു ആസ്പെക്റ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ആസ്പെക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. പിന്നെ അടുത്തത് ദ ഡെബിറ്റ് ആസ്പെക്ട് വിൽ ബി ഡെബിറ്റഡ് ഇൻ ഡെപ്റ്റർ അക്കൗണ്ട്സ് ആൻഡ് ദ ക്രെഡിറ്റ് ആസ്പെക്ട് ഇൻ ക്രെഡിറ്റർ അക്കൗണ്ട്സ്. ഡെബിറ്റ് ആസ്പെക്റ്റ് നമ്മൾ ഡെപ്റ്റർ അക്കൗണ്ട്സിലും അതുപോലെ ക്രെഡിറ്റ് ആസ്പെക്റ്റ് നമ്മൾ ക്രെഡിറ്റർ അക്കൗണ്ടിലുമാണ് നമ്മൾ കാണിക്കുന്നത്. ക്രെഡിറ്റ് ആസ്പെക്റ്റ് നമ്മൾ ക്രെഡിറ്റർ അക്കൗണ്ടിലുമാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിലൊന്നും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് അക്കൗണ്ട്സ് പഠിക്കുന്നവർക്കൊക്കെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നിങ്ങൾ അതൊന്നും ആലോചിക്കേണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ദർ ആർ 2 ആസ്പെക്റ്റ്, ദാറ്റ് ഈസ് ഗിവിങ് ആസ്പെക്റ്റ് ആൻഡ് റിസീവിങ് ആസ്പെക്റ്റ്. ഈ 2 കാര്യം ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കാം. പിന്നെ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് ദ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ഇൻകംപ്ലീറ്റ് സിൻസ് അണ്ടർ ഇറ്റ് ദർ ഈസ് നോ പെർട്ടിക്കുലർ സിസ്റ്റം വിച്ച് ഹാസ് ടു ബി ഫോളോഡ്. അവിടെ ഒരു പ്രത്യേക സിസ്റ്റം ആ രീതിയിൽ അങ്ങനെയൊന്നും ഫോളോ ചെയ്യുന്നില്ല. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പം ഫോർ സം ട്രാൻസാക്ഷൻ ബോത്ത് ആസ്പെക്ട് മേ ബി റെക്കോർഡഡ് ആൻഡ് ഫോർ സം അതേഴ്സ് ഓൺലി 1 ആസ്പെക്ട് മേ ബി റെക്കോർഡഡ്. ആ രീതിയിലായിരിക്കും. അതായത് ചില ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ ബോത്ത് ആസ്പെക്റ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു നിബന്ധനകളൊന്നും ഇല്ലാതെ പോകുന്നതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ആൻഡ് സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ ഈ 2 കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സിൻ്റെ ബേസിസ്. ഇപ്പോൾ അക്കൗണ്ട്സിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഇവിടെ മെയിനായിട്ട് 2 തരത്തിലാണ്. അതിലാദ്യം വരുന്നതാണ് ക്യാഷ് ബേസിസും രണ്ടാമത് വരുന്നത് എക്രൂവൽ ബേസിസുമാണ്. അപ്പോൾ ഇതിലാദ്യം എന്താണ് ക്യാഷ് ബേസിസ് എന്ന് നമുക്ക് നോക്കാം. In cash basis approach, entries in the books of accounts are made only when cash is received or paid and not when the receipt or payment becomes due. അതായത് ഈ ഒരു ക്യാഷ് ബേസിസ് അപ്രോച്ചിലാണെങ്കിൽ നമ്മളിപ്പം ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് ഓൺലി വെൻ ദ ക്യാഷ് ഈസ് റിസീവ്ഡ് ആൻഡ് നോട്ട് ഡ്യൂ. നമുക്ക് ക്യാഷ് കിട്ടുമ്പോഴാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഫ്യൂച്ചറിൽ ഇത്ര ക്യാഷ് കിട്ടിയേക്കാം, അല്ലെങ്കിൽ ഇത്ര ക്യാഷ് നമുക്ക് ഡ്യൂ ആണ് എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ നമുക്കിപ്പം ഫ്യൂച്ചറിൽ ഇത്ര റുപ്പീസ് കിട്ടാനുണ്ട്. അപ്പോൾ ആ കിട്ടാനുള്ളത് നമ്മൾ ഫ്യൂച്ചറിൽ കിട്ടാനുള്ളത് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓൾറെഡി കിട്ടിയിട്ടുള്ള ക്യാഷ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. അതാണ് ക്യാഷ് ബേസിസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്തത് എക്രൂവൽ ബേസിസ് ആണ്. ഇൻ എക്രൂവൽ ബേസിസ് കോസ്റ്റ് ഓഫ് എ ബിസിനസ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡ് ആർ മാച്ച്ഡ് വിത്ത് ദ റവന്യൂ ഓഫ് ദാറ്റ് പീരിയഡ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് എ പെർട്ടിക്കുലർ പീരിയഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദ റവന്യൂ ഓഫ് ദാറ്റ് പീരിയഡ്. അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റാണ് കൂടുതൽ, റവന്യൂ കുറവാണെങ്കിൽ നമുക്ക് എന്താണ് വരുന്നത്? അവിടെ ലോസ് ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മാച്ച് ചെയ്തുകൊണ്ട് പോകണം. അതാണ് ഈ എക്രൂവൽ ബേസിസിൽ പറയുന്നത്. In other words, costs and revenues are recognized in the period in which they occur rather than they are paid or received. അപ്പം
അത് റെക്കഗ്നൈസ് ചെയ്ത ആ ഒരു പീരിയഡിലാണ് നമ്മളത് എൻട്രി ചെയ്യുന്നത്. In other words, revenue pertaining to a period should be compared with the expenditure incurred for remaining that revenue. അതായത് നമുക്ക് കിട്ടുന്ന റവന്യൂവും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ എത്രയായി എന്നുള്ളതും നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വരുന്നതെന്ന്. അതാണ് എക്രൂവൽ ബേസിസ്. നമുക്ക് ഇനി എന്താണ് വരാൻ പോകുന്നത്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള ആ ഒരു ബേസിസ് നമ്മൾ നോക്കുന്നു അല്ലേ. അതാണ് എക്രൂവൽ ബേസിസ്. ക്യാഷ് ബേസിസ് ആകുമ്പോൾ നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ ക്യാഷ് എൻ്റർ ചെയ്ത ഉടനെ തന്നെ റെക്കോർഡ് ചെയ്യും. എക്രൂവൽ ബേസിസ് ആണെങ്കിൽ നമ്മളവിടെ കോസ്റ്റും റവന്യൂവും തമ്മിൽ കമ്പയർ ചെയ്യും. ഇതാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം പറയാം. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് യൂഷ്വലി അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിനെ ബിസിനസ് ലാംഗ്വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഒരു ബിസിനസ്സിന് വെദർ പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ഈ അക്കൗണ്ട്സ് ആണ് അല്ലേ. അപ്പോൾ ഈ അക്കൗണ്ട്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ഫോളോ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. വി ഷുഡ് സ്ട്രിക്ട്ലി ഒബേ ദീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ നമ്മൾ ചില നിബന്ധനകൾ ഉണ്ടായിരിക്കും, ചില പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറയാം അല്ലേ. സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. Accounting has certain rules to be observed by the accountant so that it is understood by all in the same sense. These set of rules become accounting standards when a professional body codifies and insists them while recording and reporting facts. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങിൽ യൂഷ്വലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന certain റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിൽ പ്രധാനപ്പെട്ട ചില സ്റ്റാൻഡേർഡ്സ് പഠിക്കണം. അപ്പോൾ ഇത് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എന്ന് പറഞ്ഞിട്ട് 28 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നും ഞാൻ വായിക്കും. നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നോട്ട്സും നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഭാഗങ്ങൾ ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഞാൻ വായിക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. Accounting Standard 2, Valuation of Inventories. Accounting Standard 3, Cash Flow Statement. Accounting Standard 4, Contingencies and Events Occurring After Balance Sheet Date. Accounting Standard 5, Prior Period and Extraordinary Items and Changes in Accounting Policies. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6, ഡിപ്രിസിയേഷൻ അക്കൗണ്ടിങ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതൊന്ന് ടിക്ക് ചെയ്ത് ഓർത്ത് വെക്കുക. ഡിപ്രിസിയേഷൻ അക്കൗണ്ടിങ് ചോദിക്കാറുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7, അക്കൗണ്ടിങ് ഫോർ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8, അക്കൗണ്ടിങ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതും ചോദിക്കാറുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9, റവന്യൂ റിക്കഗ്നീഷൻ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10, അക്കൗണ്ടിങ് ഫോർ ഫിക്സഡ് അസറ്റ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11, അക്കൗണ്ടിങ് ഫോർ ദ ഇഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12, Accounting for Government Grants. Accounting Standard 13, Accounting for Investments. Accounting Standard 14, Accounting for Amalgamation, very important. Accounting Standard 14. Accounting Standard 15, Accounting for Retirement Benefits in the Final Settlement of Employers. Accounting Standard 16, Borrowing Cost. Accounting Standard 17, Segment Reporting, അതും പഠിച്ചു വെക്കണം. 18, Related Party Disclosure. 19, Leases. 20, Earning per Share. 21, Consolidated Financial Statement, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 22, Accounting for Taxes on Income. 23, Accounting for Investment Associates in Consolidated Financial Statements. 24, Discontinued Operations. 25, Interim Financial Reporting, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 26, Intangible Assets, അതും ഇമ്പോർട്ടൻ്റ് ആണ്. 27, Financial Reporting of Interests in Joint Ventures. and 28, Impairment of Assets. അപ്പോൾ ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്നുകൂടി ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് കുറച്ചുകൂടി ഒന്ന് സ്പെസിഫൈ ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ളത് നിങ്ങൾ വീണ്ടും വായിച്ചിട്ട് തന്നെ മനസ്സിലാക്കാൻ നോക്കുക. ബൈ ഹാർട്ട് ഒരിക്കലും പഠിക്കരുത്. വായനയിലൂടെ കൂടുതലായിട്ട് അതിനെ
നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ട് ഈ ഒരു എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അവരിലേക്ക് ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്